നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട റീൽസ് വീഡിയോ താൽക്കാലികമായി നീക്കം ചെയ്ത സംഭവത്തിൽ സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റയോട് കടുത്ത നിലപാടുമായി കേന്ദ്ര സർക്കാർ. വിഷയം വലിയ വിവാദങ്ങൾക്ക് വഴിതുറന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും മെറ്റയുടെ ആഗോള ഉന്നത പ്രതിനിധികളും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. നാളെയും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. ഉന്നതതല യോഗമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 28-നാണ് രാജ്യത്തെ ഞെട്ടിച്ച സംഭവം നടന്നത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപക പ്രതിഷേധങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച ഫേസ്ബുക്ക് റീൽ 5 മണിക്കൂറോളം പ്ലാറ്റ്ഫോമിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിൽ നിന്നുള്ള വീഡിയോ തന്നെ നീക്കം ചെയ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ഇതേ തുടർന്നാണ് കേന്ദ്ര IT മന്ത്രാലയം മെറ്റയുടെ US ആസ്ഥാനത്തു നിന്നുള്ള ആഗോള ഉന്നത ഉദ്യോഗസ്ഥരെ നേരിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റയുടെ US ആസ്ഥാനത്തു നിന്നുള്ള നയരൂപീകരണ വിദഗ്ധരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താൻ ന്യൂഡൽഹിയിൽ എത്തിയത്. ഇന്ത്യയിലെ മെറ്റ പ്രതിനിധികൾക്ക് പുറമെ US-ൽ നിന്നുള്ള സംഘം നേരിട്ടെത്തി സാഹചര്യം വിശദീകരിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നാണ് ഈ അടിയന്തരമായ സന്ദർശനം. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്തത് മാത്രമല്ല, കമ്പനി വരുത്തിയ മറ്റ് വീഴ്ചകളും കൂടിക്കാഴ്ചയിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന് IT മന്ത്രാലയ സെക്രട്ടറി S. കൃഷ്ണൻ അറിയിച്ചു. വൻകിട ടെക് കമ്പനികൾ ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കാത്തത്, കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണ ദൃശ്യങ്ങൾ തടയുന്നതിലെ പരാജയം, വ്യാജ AI ഉള്ളടക്കങ്ങൾ, പ്രമുഖ വ്യക്തികളുടെ വെരിഫൈഡ് അക്കൗണ്ടുകൾക്കുള്ള സുരക്ഷ ഉറപ്പാക്കൽ എന്നിവയെല്ലാം യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. അതിനിടെ വിഷയത്തിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗ് പരസ്യമായി മാപ്പ് പറയണമെന്ന ശക്തമായ ആവശ്യവുമായി വിവരസാങ്കേതികവിദ്യാ വിഭാഗം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ നിഷികാന്ത് ദുബെ രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിന് നേരെ നടന്ന നടപടി നിസ്സാരമായി കാണാനാകില്ല എന്നും സക്കർബർഗ് മാപ്പ് പറഞ്ഞേ മതിയാകൂ എന്നും അദ്ദേഹം കർശന നിലപാടെടുത്തു. സക്കർബർഗും മെറ്റയും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ IT നിയമത്തിലെ സെക്ഷൻ 79 പ്രകാരം പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിക്കുന്ന സേഫ് ഹാർബർ നിയമപരിരക്ഷ റദ്ദാക്കാൻ ശുപാർശ ചെയ്യുമെന്നും നിഷികാന്ത് ദുബെ മുന്നറിയിപ്പ് നൽകി. മൂന്നാം കക്ഷി ഉള്ളടക്കങ്ങളുടെ ബാധ്യതയിൽ നിന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പാണിത്. ഇത് നഷ്ടപ്പെട്ടാൽ ഇന്ത്യയിൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഓരോ ഉള്ളടക്കത്തിനും മെറ്റ നിയമപരമായി മറുപടി പറയേണ്ടി വരും. അതേസമയം അൽഗോരിതത്തിലുണ്ടായ സാങ്കേതിക തകരാറ് മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെടാൻ ഇടയായത് എന്നാണ് പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരായ മെറ്റയുടെ ഇന്ത്യൻ പ്രതിനിധികൾ നൽകിയ വിശദീകരണം. സംഭവിച്ച പിഴവിൽ ഖേദം പ്രകടിപ്പിച്ച കമ്പനി ഭാവിയിൽ ഇത്തരം അപാകതകൾ ഉണ്ടാകാതിരിക്കാൻ തങ്ങളുടെ അൽഗോരിതം തിരുത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിശദീകരണത്തിൽ കേന്ദ്ര സർക്കാരോ IT മന്ത്രാലയമോ തൃപ്തരല്ല. കേന്ദ്ര സർക്കാരിന്റെ ആശങ്കകളും ഗൗരവവും US ആസ്ഥാനത്തെ ഉന്നത നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ മെറ്റ വിഭാഗം പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന വിലയിരുത്തലാണ് ആഗോള പ്രതിനിധികളെ തന്നെ കേന്ദ്ര സർക്കാർ നേരിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്.